ഹായ് ഗൈസ്, സോ നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ ഇന്ന് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ വീട്ടിൽ വെക്കുന്ന നെയിം ബോർഡാണ് വിത്ത് റെസിൻ. ഇത് വുഡിൽ കാർവ് ചെയ്തിട്ടുള്ളതാണ്. സോ ഐ വിൽ ഷോ യു ഗൈസ്. സോ ദിസ് തിങ് എൻ്റെ ഒരു പ്രോപ്പർ ഫ്രണ്ട് ഫോട്ടോ വീഡിയോ ഞാൻ അയക്കുന്നതായിരിക്കും. അപ്പം ഇതിലിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ ഗ്രൂവിൻ്റെ ഉള്ളിൽ വന്നിട്ട് ബ്ലാക്ക് റെസിൻ ഒഴിക്കാൻ വേണ്ടി പോവാണ്. സോ അതിൽ ഷോപ്പ് വാട്ട് ഐ ആം ഗോണ ഡു. ഓക്കെ, ഇതിങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ദ വീഡിയോ. സോ ദിസ് ഈസ് ദ തിങ് ദാറ്റ് വി ഗോണ ഡു ടുഡേ. ശ്രീരാഗം പേര് തെറ്റിയാണ്. ദിസ് ഈസ് ദ തിങ്. സോ ഐ വിൽ ഷോ യു വാട്ട് ഐ ആം ഗോണ ഡു വിത്ത് ദിസ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് വന്നിട്ട് എൻ്റെ ഒരു ചെറിയ വെയിങ് മെഷീനാണ്. ദെൻ ഈ ഗ്ലാസ്സസ് ഉണ്ട്, കുറച്ച് വുഡൻ സ്റ്റിക്സ്, ഒരു കുഞ്ഞ് മെഷറിങ് കപ്പുണ്ട്, പിന്നെ റെസിൻ കളേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ റെസിൻ. ദിസ് ഈസ് റെസിൻ ദാറ്റ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ലാസ്റ്റായിട്ട് അവൈലബിൾ ഇതാണുള്ളത്. തുളസിയുടെ റെസിനായിരുന്നു ഞാൻ നോർമലി യൂസ് ചെയ്യുന്നത്, ബട്ട് അതിപ്പോൾ എൻ്റെ കയ്യിലില്ല. അപ്പോൾ അതുകൊണ്ട് ഇതാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതെന്ന് വെച്ചാൽ ഗ്ലൗസ് ഇടാൻ പോവാണ്. ഓക്കെ, സെറ്റ്. പിന്നെ അതിന് മുകളിലോട്ട് വയ്ക്കുകയാണ്. ഇതാണ് എൻ്റെ വെയിങ് മെഷീൻ വന്നിട്ട്. ഇന്നിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഗ്ലാസ്. എൻ്റെ കയ്യിൽ പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ പേപ്പർ കപ്പോ ഒന്നും ഇല്ലായിരുന്നു. സോ ഐ എം ഹാവിങ് ദിസ് ഗ്ലാസ് ആൻഡ് ദിസ് ഇസ് മൈ റെസിൻ. ഇത് എൻ്റെ ഹാർഡ്നറാണ്. ഫസ്റ്റ് ഓഫ് ഓൾ what I'm gonna do is ഓൺ ചെയ്യണം. ഇപ്പോൾ 0-ലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, 3:1 റേഷ്യോ ആണ് ഈ റെസിൻ യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ എടുക്കാൻ പോകുന്നത് 30 വന്നിട്ടുണ്ട്. 30 അല്ല, കൂടുതൽ വേണ്ടി വരും. 45 ഇതിന്ന് ഡ്രോപ്പ് ചെയ്താൽ ഒരു 15 ഡ്രോപ്പ് ചെയ്താൽ മതി. ഓക്കെ, ഇതിന് ഇനിയൊരു 15 കേട്ടോ. ഇറ്റ് വിൽ മേക്ക് 6. ഐ തിങ്ക് ദാറ്റ്സ് ഫൈൻ. 2 ഗ്രാമിൻ്റെ ഒരു ചെറിയ വ്യത്യാസമാണ്. 61. ഐ തിങ്ക് ദാറ്റ് വിൽ ബി ഫൈൻ. ഇപ്പം എൻ്റെ കയ്യിലുള്ള ഒരു വുഡൻ കളർ സ്റ്റിക്കാണ്. ഞാൻ ഇത് വെച്ചിട്ട് ചെക്ക് കമ്മിങ് ഔട്ട് ക്ലിയർ. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ട്. ഇത് എൻ്റെ ഒരു കളറാണ്. ഇത് ഓൾമോസ്റ്റ് ലൈക്ക് ഡാർക്ക് ബ്ലൂ ആണ്. സോ നമുക്ക് യൂസ് ലിറ്റിൽ ബിറ്റ് ഫ്രം ദിസ് വൺ. ഞാൻ ഈ ഒരു സ്റ്റിക്ക് എടുത്തിട്ട് ഇതിന് കുറച്ചൊടിക്കുകയാണ്. ആഡ് ഇറ്റ് ടു ദിസ് സ്റ്റിക്ക്. ഇനി ഇത് തമ്മിൽ നന്നായിട്ട് മിക്സ് ചെയ്യാം. what I'm gonna do is ഇത് കുറച്ച് കെയർഫുള്ളായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, കുറച്ച് ഓയിലും പുറത്ത് പോകാൻ പാടില്ല. അതുകൊണ്ടാണ് ഇതിൽ ഇതിനെ ഒഴിച്ചെടുക്കണം. ഓക്കെ, എന്നിട്ട് I'm gonna keep it aside and we're gonna start it. Okay. ഈ വർക്ക് നല്ല കെയർഫുള്ളായിട്ട് ചെയ്യേണ്ടതാണ്. ഈച്ച് ആൻഡ് എവറി ഗ്യാപ്പിൽ ഫില്ല് ചെയ്ത് പോകണം. അതോടൊപ്പം തന്നെ നമ്മൾ റെസിൻ പുറത്ത് വീഴാനും പാടില്ല. പക്ഷേ എൻ്റെ ലാസ്റ്റൊക്കെ ആയപ്പോൾ കുറച്ചൊക്കെ പോയായിരുന്നു. ബട്ട് സ്റ്റിൽ ഞാനിപ്പോൾ ഫാസ്റ്റായിട്ടാണ് ഇപ്പോൾ കാണിക്കുന്നത്. എല്ലാ ലെറ്റേഴ്സിനുള്ളിലും ആ ഗ്രൂവിനുള്ളിൽ നമ്മൾ ഈ റെസിൻ, ബ്ലാക്ക് റെസിൻ നമ്മൾ ഫില്ല് ചെയ്യുവാണ്. ആൻഡ് ഇടയ്ക്ക് വെച്ചിട്ട് റെസിൻ തീർന്നു പോയായിരുന്നു. എഗെയിൻ ആ ഒരു കപ്പിൽ ഫില്ല് ചെയ്തിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ ഒരു PRA 31 അതൊക്കെ ആയിരുന്നു ഭയങ്കര ബുദ്ധിമുട്ട്. എന്ന് വെച്ചാൽ കുഞ്ഞു ലെറ്റേഴ്സ് അല്ലേ, അപ്പോൾ അതിൽ ഫില്ല് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഈവൻ നെയിം ആയാലും വന്നപ്പം എനിക്ക് ചിലയിടത്തൊക്കെ എൻ്റെ ഒന്ന് ഡോട്ടായിട്ട് നമ്മൾ മുകളിലത്തെ പീസിൽ വീഴുന്നുണ്ടായിരുന്നു. അഗെയിൻ കുഴപ്പമില്ലാണ്ട് കംപ്ലീറ്റായി വന്നിട്ടുണ്ട്. ഇത് ആക്ച്വലി ഫസ്റ്റ് പാർട്ടാണ്. നമ്മളിതിനെ ഡ്രൈ ചെയ്യാൻ വെക്കും. 24 hours ഇത് ഡ്രൈ ചെയ്തതിന് ശേഷമാണ് സെക്കൻഡ് ലെയർ ചെയ്യുന്നത്. സെക്കൻഡ് ലെയർ ആക്ച്വലി കംപ്ലീറ്റ് വുഡിനെ നമ്മൾ ലൈക്ക് പ്ലെയിൻ റെസിൻ വെച്ചിട്ട് ഫില്ല് ചെയ്യണതാണ്. അതൊരു ഫസ്റ്റ് ഒരു കോട്ട് പോലെ ചെയ്യും. എഗെയിൻ അതിൻ്റെ മുകളിൽ ഒരു കോട്ടിങ് കൂടെ ചെയ്യും. അപ്പോൾ നല്ല ഫിനിഷായിട്ട് തന്നെ നമുക്ക് പ്രോഡക്റ്റ് കിട്ടും. ആൻഡ് ഇതാ ഇപ്പോൾ ഇവിടെ തന്നെ കാണാൻ പറ്റും. ഇടയ്ക്ക് മൈന്യൂട്ടായിട്ടുള്ള ഡോട്ട്സ് വീഴുന്നുണ്ട് ബ്ലാക്കിൻ്റെ. അത് തന്നെ ഞാൻ തുടച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇത് കഴിഞ്ഞിട്ടുള്ളതിലും ഞാൻ വീഡിയോ ജസ്റ്റ് ഒന്ന് വിട്ടുപോയായിരുന്നു എടുക്കാൻ വേണ്ടിയിട്ട്. എനിവേ, ഇങ്ങനെയായിരുന്നു പ്രോഡക്റ്റ് വന്നിട്ടുള്ളത്. നമ്മൾ ക്ലിയർ റെസിൻ ഒഴിക്കുമ്പോഴത്തേക്കും നമ്മൾ വുഡ് നമ്മൾ പോളിഷ് ചെയ്തതുപോലെ ഉള്ള ഫിനിഷിലായി കിട്ടും. ഇത് ആക്ച്വലി
പ്ലാവിൻ്റെ തടിയിലാണ്ടാണ് ചെയ്തേക്കുന്നത്. തേക്കല്ല, പ്ലാവിൻ്റെ തടിയിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നോർമലി പോളിഷ് ചെയ്യുന്ന ഒരു ഫിനിഷിൽ നമുക്ക് കിട്ടും. ഇത് ഞാൻ ജസ്റ്റ് ഫസ്റ്റ് ലെയർ ഞാൻ ഇങ്ങനെ ഇതാക്കുക, അതിനുശേഷമുള്ളത് ഇതുപോലെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടും. ഇത് തേർഡ് ലെയർ ചെയ്തതിന് ശേഷമുള്ള വർക്കാണ്. ആൻഡ് ഹിയർ ഇസ് ദ ലാസ്റ്റ് ഫൈനൽ പ്രോഡക്റ്റ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ഹാൻഡ് ക്രാഫ്റ്റി. ഇനി ഇതുപോലത്തെ വീഡിയോസൊക്കെ ഉറപ്പായിട്ട് ഇടുന്നതായിരിക്കും, അപ്ഡേറ്റഡ് ആയിരിക്കും. സോ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.